നമസ്കാരം. ദൃഢത്തിലേക്ക് സ്വാഗതം. ബൊളോണിയയിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങളെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയാണ് ഇന്ന് നാം പ്രധാനമായും പരിശോധിക്കുന്നത്. മേഖലയിലെ സമീപകാല പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാന് നേരെ കുവൈറ്റ് കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലെബനനിലെ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഞങ്ങൾ നിങ്ങളിലെത്തിക്കുന്നു. ഇറ്റലിയിലെ വാർത്തകളോടെ നമുക്ക് തുടങ്ങാം. ഇറ്റാലിയൻ നഗരമായ ബൊളോണയിൽ വൻ സംഘർഷം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മൊറോക്കൻ വംശജനായ യുവാവ് മരിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം അക്രമാസക്തമായി. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവാവ് മരിച്ചത്. സംഭവത്തിൽ നീതിയും സുതാര്യതയും ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ നഗരമധ്യത്തിൽ സംഘർഷം രൂക്ഷമായി. പ്രതിഷേധത്തിനിടെ നിരവധി ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റതായും നഗരത്തിൽ വ്യാപകമായി സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടതായും അധികൃതർ അറിയിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിനിടെയാണ് യുവാവ് മരിച്ചത്. എന്നാൽ മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സംഭവം ഇറ്റലിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പോലീസ് നടപടികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സമാധാനം പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ പരിശോധിച്ചുവരികയാണ്. സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ജയഹൃദനൊപ്പം തുടരുക. കുവൈത്തിന് നേരെ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളുടെയും അതിന്റെ തുടർച്ചയായുണ്ടായ പ്രത്യാഘാതങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം ഇറാനാണെന്ന് കുവൈത്ത് മന്ത്രിസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഖത്തർ വാർത്താ ഏജൻസിയായ QNA റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജൂലൈ 21 കുവൈത്ത് സിറ്റിയിൽ ചേർന്ന ഉന്നതതല മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. പ്രാദേശിക സുരക്ഷയെക്കുറിച്ചും കുവൈത്ത് അതിർത്തിയിൽ നടന്ന ശത്രുതാപരമായ നടപടികൾക്ക് ഇറാനുള്ള നേരിട്ടുള്ള പങ്കിനെക്കുറിച്ചും ഭരണകൂടത്തിന്റെ നിലപാട് ഈ ഔദ്യോഗിക പ്രസ്താവനയിൽ ഊന്നിപ്പറയുന്നു. ആക്രമണങ്ങളുടെ തന്ത്രപരമായ വിശദാംശങ്ങൾ പൊതു ബ്രീഫിംഗിൽ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഈ പ്രഖ്യാപനം വലിയൊരു വിള്ളലിന് കാരണമായിരിക്കുകയാണ്. ദേശീയ അടിസ്ഥാന സൗകര്യങ്ങളും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി നിലവിലെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പുനഃപരിശോധിക്കുകയാണെന്ന് കുവൈത്ത് സർക്കാർ അറിയിച്ചു. അതിർത്തി കടന്നുള്ള സുരക്ഷാ പ്രശ്നങ്ങളിൽ ഗൾഫ് സഹകരണ കൗൺസിലിനുള്ള ആശങ്കയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് മേഖലയിലെ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രാദേശിക ക്രമസമാധാനം നിലനിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച കുവൈത്ത് അധികൃതർ പ്രകോപനപരമായ ഈ സംഭവങ്ങളുടെ എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ഉത്തരവാദി ടെഹ്റാൻ മാത്രമാണെന്നും വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെഹ്റാന് വേണ്ടി ഗാസമുനമ്പിലുടനീളം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. സംഭവസ്ഥലത്തുള്ള മെഡിക്കൽ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലപ്പെട്ടവരിൽ ഫിറാസ് അൽമസ്രി, അദ്ദേഹത്തിന്റെ ഭാര്യ, 4 മക്കൾ എന്നിവരടങ്ങുന്ന ഒരു കുടുംബവും ഉൾപ്പെടുന്നു. ഇവർ താമസിച്ചിരുന്ന വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒരു ഹമാസ് പ്രവർത്തകനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ലക്ഷ്യമിട്ട വ്യക്തിയെക്കുറിച്ചോ ജനവാസ കേന്ദ്രത്തിൽ ആക്രമണം നടത്താൻ കാരണമായ രഹസ്യാന്വേഷണ വിവരങ്ങളെക്കുറിച്ചോ സൈന്യം കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളുടെ ഭാഗമായാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള സിവിലിയൻ മരണങ്ങൾക്ക് കാരണമാകുന്നു. ജനസാന്ദ്രതയേറിയ മേഖലകളിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിക്കുകയും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൈനിക നടപടികൾ തുടരുന്നതിനിടെ ഗാസയിലെ മരണസംഖ്യ ഉയരുകയാണെന്ന് പ്രാദേശിക ആരോഗ്യ അധികൃതർ അറിയിച്ചു. തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സംഭവസ്ഥലത്തുനിന്നുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ജയഹൃദ നിരീക്ഷണം തുടരുന്നു. ബോർഡോ മെറിഗ്നാക് വിമാനത്താവളത്തിന് സമീപമുണ്ടായ വൻ തീപിടുത്തം അണയ്ക്കുന്നതിനിടെ 2 ഫ്രഞ്ച് അഗ്നിശമന സേനാംഗങ്ങൾ ദാരുണമായി കൊല്ലപ്പെട്ടു. BBC റിപ്പോർട്ട് പ്രകാരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ടെർമിനൽ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ അടിയന്തര സേനാ വിഭാഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. കാട്ടുതീയായി തുടങ്ങിയ തീ പ്രദേശത്തെ അനുകൂലമല്ലാത്ത കാലാവസ്ഥ കാരണം പെട്ടെന്ന് പടരുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 സേനാംഗങ്ങളുടെ വിയോഗത്തിൽ പ്രാദേശിക ഭരണകൂടവും വിവിധ സേനാ വിഭാഗങ്ങളും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും രക്ഷാപ്രവർത്തനത്തിനിടെയുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനും അധികൃതർ ഉത്തരവിട്ടു.
വിമാനത്താവളത്തിന്റെ സുപ്രധാന ഭാഗങ്ങൾക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായതെങ്കിലും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തുടരുന്നുണ്ട്. കാട്ടുതീ മൂലം അഗ്നിശമന സേനാംഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ദൃഢമായി തുടരും. ആമസോൺ മഴക്കാടുകളിൽ നിന്നുള്ള ആശ്വാസകരമായ വാർത്തയുമായി ദൃഢത. 1985 ശേഷം ആദ്യമായാണ് ആമസോൺ കാടുകളിൽ തീപിടുത്തം ബാധിച്ച പ്രദേശങ്ങളുടെ വിസ്തൃതി ഇത്രയധികം കുറയുന്നത്. 2025 കണക്കുകൾ പ്രകാരം കാട്ടുതീ മൂലമുള്ള നാശനഷ്ടങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. മാപ്പ് ബയോമാസ് കബനിർഹോദ് എന്ന നിരീക്ഷണ സംവിധാനം പുറത്തുവിട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി വനനശീകരണവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ആമസോൺ വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. എന്നാൽ ഇത്തവണ തീപിടുത്തത്തിന്റെ തോതിലുണ്ടായ കുറവ് വലിയൊരു മാറ്റമായാണ് പരിസ്ഥിതി വിദഗ്ധർ കാണുന്നത്. സർക്കാർ തലത്തിലുള്ള കർശനമായ ഇടപെടലുകൾ, കാർഷിക ഭൂമി കൈകാര്യം ചെയ്യുന്നതിലെ മാറ്റങ്ങൾ, മഴയുടെ അളവിലുണ്ടായ വ്യതിയാനം എന്നിവയാകാം ഈ നേട്ടത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആമസോൺ ഇപ്പോഴും അതീവ ദുർബലമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വനനശീകരണം തടയുന്നതിനും തീപിടുത്ത സാധ്യതകൾ കുറയ്ക്കുന്നതിനുമുള്ള തുടർച്ചയായ പരിശ്രമങ്ങൾ അനിവാര്യമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ വനമേഖലയുടെ മാറ്റങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന മാപ്പ് ബയോമാസ് ഡാറ്റ് വരുംകാലത്തെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ ഒരു മാനദണ്ഡമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കീവിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉക്രൈൻ സൈനിക മേധാവി ഒലെക്സാണ്ടർ സിർസ്കിയെ ഉടൻ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. സിർസ്കിയെ പുറത്താക്കി മുൻ പ്രതിരോധ മന്ത്രി മിഖൈലോ ഫെഡോറോവിനെ വെള്ളിയാഴ്ചയ്ക്കകം തിരിച്ചെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ അന്ത്യശാസനം. നിലവിലെ സൈനിക നേതൃത്വത്തിലും യുദ്ധതന്ത്രങ്ങളിലും രാജ്യത്തിനകത്ത് വർദ്ധിച്ചുവരുന്ന അതൃപ്തിയാണ് ഈ പ്രതിഷേധങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഉയർന്ന തലത്തിലുള്ള നിയമനങ്ങളിൽ ജനങ്ങൾക്കുള്ള അതൃപ്തി പരിഹരിക്കാൻ സർക്കാർ സമ്മർദ്ദത്തിലാണെന്നും ഇത് രാജ്യത്തെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കിടയിലുള്ള ഭിന്നത രൂക്ഷമാക്കുന്നുണ്ടെന്നും ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങളോട് ഉക്രൈനിയൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഫെഡോറോവിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന ആവശ്യം ഭരണപരമായ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങളുടെ നീക്കമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ചയ്ക്കുള്ള അന്ത്യശാസനം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. യുദ്ധമുഖത്തെ പ്രതിസന്ധികൾക്കിടയിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയ നയപരമായ മാറ്റങ്ങളിലേക്ക് നയിക്കുമോ അതോ ജനരോഷം അവഗണിച്ച് സർക്കാർ നിലവിലെ നേതൃത്വവുമായി മുന്നോട്ടു പോകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വേണ്ടി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് നിശ്ചയിക്കപ്പെട്ട മേഖലയിൽ ലെബനീസ് സായുധ സേന വിന്യാസം ആരംഭിച്ചു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ കരാറിന്റെ ആദ്യത്തെ നിർണായക ചുവടുവയ്പ്പാണിത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നിലവിൽ പിടിച്ചടക്കിയ പ്രദേശത്തിന്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് പിന്മാറ്റം നടന്നിരിക്കുന്നത്. അതിർത്തി മേഖലയിൽ ഭരണകൂടത്തിന്റെ അധികാരം പുനഃസ്ഥാപിക്കുകയാണ് ഈ വിന്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബെയ്റൂട്ടിലെ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള വെടിനിർത്തൽ കരാറിന്റെ പ്രധാന ഭാഗമാണിത്. നയതന്ത്ര തലത്തിൽ ഈ പിന്മാറ്റം ശുഭസൂചകമായി കാണുന്നുണ്ടെങ്കിലും സാഹചര്യം അതീവ ദുർബലമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ മേഖലയിൽ ലെബനീസ് സൈന്യത്തിന്റെ സാന്നിധ്യം ഒരു ബഫർ സോണായി പ്രവർത്തിക്കും. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാറിന്റെ ഭാവി. കാര്യമായ അനിഷ്ട സംഭവങ്ങളില്ലാതെയാണ് പിന്മാറ്റം നടക്കുന്നതെന്ന് ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തത്സമയ സാഹചര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. സംഘർഷഭരിതമായ അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാൻ കരാർ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. വേണ്ടി ഇന്നത്തെ പ്രധാന ആഗോള വാർത്തകളുടെ ഈ സ്ഥിരീകരിച്ച അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ വാർത്താ സംഭവവികാസങ്ങൾ ഞങ്ങൾ ദിവസം മുഴുവൻ നിരീക്ഷിക്കുന്നതാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സ്ഥിരീകരിക്കുന്നത്.